ഹായ് ഗൈസ്, എല്ലാവർക്കും നെക്സസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ വെച്ച ഗൈസ് ഡേ ചുമ്മാ അങ്ങനെ നിൽക്കുകയാണ്. കുറേ കാലങ്ങൾ കഴിച്ചാണ് GTA 5 എടുക്കുന്നത്. സോ എന്തായാലും നമ്മളിപ്പോൾ കുറേ ആയല്ലോ വന്നിട്ട്. അപ്പോൾ ടെൻത്തിലേക്ക് ആയതിനെ കൊണ്ട് തന്നെ കുറേ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗെയിമൊന്നും കളിക്കാൻ ടൈം തന്നെ കിട്ടാറില്ല. അപ്പോൾ ഒന്നാണ് ഇപ്പോൾ ലേശം ഒരു ടൈം കിട്ടി. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ച് ഒരു വീഡിയോയും കൂടി അയക്കാം. ഏതായാലും യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറേ കാലമായല്ലോ. അപ്പം റീച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്ന് സഹായിച്ച് കാണുന്നവരെ എല്ലാവരും ഒന്ന് കഴിയുന്നത്ര ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക. സോ ഏതായാലും നമുക്ക് ഇന്ന് ചെറിയ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ ഇടാനുള്ള രീതിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടന്റ് ഒന്നും അധികം കിട്ടിയിട്ടില്ല തലയിലേക്ക്. അപ്പോൾ ഏതായാലും ഒന്ന് നമ്മളിപ്പോൾ ഫ്രാങ്ക്ലിനായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് മൈക്കിളിൻ്റെയും ട്രെവറിനെയും ഒക്കെ ഒന്ന് കണ്ട് ചെറിയൊരു മീറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ട്രെവർ, മൈക്കിള്, പിന്നെ സിമിയോണ്, പിന്നെ ലെസ്റ്റർ, ലാമർ ഇവരൊക്കെ കൂട്ടിയിരുന്ന് ചെറിയൊരു മീറ്റപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ മൈക്കിളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവൻ ഏതായാലും വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഇത് മൈക്കിളിൻ്റെ വീട്ടിലെത്തി. ഇത്രയും അടുത്താണല്ലോ, അതിനോട് വലിയ സീൻ്റെ വണ്ടി ഉള്ളതിനെ കൊണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും മൈക്കിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വേണ്ടില്ലേ, വണ്ടി കാണുന്നില്ല. ഏതായാലും നോക്കട്ടെ, ബാക്കിലും കണ്ടാവാൻ ചാൻസ് ഇല്ല, അവിടെ തന്നെ ഉണ്ടാവും. സോ അപ്പോൾ നമ്മുടെ അടുത്ത് ഇതേ മൈക്കിളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മൈക്കിളെ എത്ര കാലായടാ കണ്ടിട്ടൊക്കെ. എന്താ ചെയ്യുക, ഭയങ്കര ബിസി ആയിപ്പോയി. അതാണ് ആടാ, നീ അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബിസിയാണല്ലോ, നമ്മളൊന്നും ഓർമ്മയില്ലല്ലോ. നടക്കട്ടെ. നീ അങ്ങനെ പറയല്ലേ, ഞാൻ ചെറിയ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ തീരും വരാണ്ടെന്നതൊക്കെ. അപ്പോൾ ട്രെവറിൻ്റെ കാര്യം എന്താടാ? ട്രെവറിനൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറേ ആയി. നീ എന്തെങ്കിലും അറിയോ അവനെ പറ്റി? ആടാ, അവനിപ്പോൾ എന്താ പറയുക, നമ്മുടെ ലോസ് ആൻഡോസ് ഇങ്ങനെ അടിച്ചു പൂസായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അല്ലാണ്ട് അവനെന്ത്, നിനക്കറിയാലോ. ശീലത്തിലൊരു മാറ്റാനായിട്ടില്ലാതെ തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മുടെ ട്രെവർ മച്ചാനെന്ന് വിളിച്ചു നോക്കട്ടെ. കാരണം മച്ചാനെയും കൂടി എന്തായാലും കാണണം. മറ്റാരെയും കണ്ടില്ലെങ്കിൽ ഇവന്മാരെ രണ്ടെണ്ണത്തിന് കാണാനേ എന്ന് പോലാന്ന് എന്തായാലും വിചാരിച്ചതാണ്. സോ ട്രെവർ താഴോട്ടല്ലേ ഉണ്ടാവുക? യെസ്, ട്രെവർ വിളിച്ചോക്കട്ടെ. അച്ഛാ ഫ്രീ ആണോ എന്നുള്ള ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഏതായാലും നമുക്ക് വിളിച്ചു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഏതായാലും മച്ചാൻ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. ദൂരത്താണല്ലോടേ. വലിയ കുഴപ്പമില്ല. സിമ്യോണ് ഷോപ്പൊക്കെ തുറന്നല്ലോടേ. അണ്ണൻ റീഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അവൻ്റെ ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുമല്ലോ, അപ്പോൾ ആ സംഭവമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോറി ബ്രോ, കണ്ടിട്ടുണ്ടായിരുന്നു റീ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി പറഞ്ഞിട്ട്. എവിടെയാ മൈക്കിള്? ട്രെവർ. ട്രെവറാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ ട്രെവർ ഏതായാലും നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. മൈക്കിളിന് ചെറിയ ബിസിയും കാര്യങ്ങളും പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇറങ്ങി. അവന് അമ്മേൻ്റെ അടുത്ത് നിന്ന് ഒരു കോള് വന്നത്. അവളെ എന്താ പോലീസ് പൊക്കിയെന്നാ, ഓവർ സ്പീഡിങ്ങിന് പോയിട്ട് പോലീസ് പൊക്കിയെന്നൊക്കെ പറഞ്ഞ് അവന് കോള് വന്നു. അപ്പോൾ അവൻ ഏതായാലും അവിടെ നിന്ന് ഒരു ക്യാബ് വിളിച്ച് അങ്ങോട്ട് പോവാണ് പറഞ്ഞു. സോ നമ്മളേതായാലും ട്രെവറിനെയും കൂട്ടി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും സിമ്യോൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം സിമ്യോണിനെ കണ്ടിട്ട് കുറേ ആയല്ലോ. അപ്പോൾ സിമ്യോൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഏതായാലും അവൻ്റെ അടുത്തേക്ക് പോട്ടെ. അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടാണ്ടൊക്കില്ല. അങ്ങനെയാണ് നമുക്ക് കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളും കൂടി ആയല്ലോ. നമുക്കറിയാലോ. ഏതായാലും കുറേ കാലം പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫ്രാങ്ക്ലിൻ ചുമ്മാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടക്കുകയല്ലോ. നമ്മൾ വന്നിട്ട് കുറേ ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു തട്ടുമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസയും വേണമല്ലോ, റിപ്പയർ ചെയ്യാൻ പൈസയും വേണമല്ലോ. ഏതായാലും നമുക്കിപ്പോൾ സിമ്മിയോടെ അടുത്ത് പോയിട്ട് അവന് വല്ല പണിയും കാര്യങ്ങളും തരാൻ പറ്റുമെങ്കിൽ ട്രെവറും ഞാനും കൂടി പോയിട്ട് വണ്ടി ഏതെങ്കിലും മോഷ്ടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഞാൻ സിമ്മിയോടെ അടുത്തേക്ക് പോട്ടെ. സിമ്മിയോടെ അടുത്ത് എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും സിമ്മിയോടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി. സിമ്മിയോടെ ബ്രോ, സിമ്മിയോൺ എവിടാ? അല്ലേ പുറത്തേക്കോ? അവിടെ അല്ല പുറത്താ ഒന്ന്. വാ. അവനിത് എവിടെ പോയിടേ? കാണാൻ താൻ ഇവിടെ കിടക്കായിരുന്നു. ഇങ്ങോട്ട് വാടേ. വാ. എന്താ കാണു ബായ്, കണ്ടിട്ട് കുറേ കാലങ്ങളായല്ല. എന്നെ കാണാണ്ടൊക്കെ നിന്നല്ലേ കാണാണ്ടൊക്കെ. നീയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എത്രയിടോ? നിന്നെ കണ്ട കാലം മറന്നടേ. എന്ത് ചെയ്യാനാടാ, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതാണ് എന്താണ് സംഭവം. എടാ നിൻ്റെ അടുത്ത് വല്ല പണിയോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനേതായാലും വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ ട്രെവറും കൂടി കൂടാന്നൊക്കെ പറഞ്ഞു. നിൻ്റെ അടുത്ത് വല്ല പണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടാ? എടാ നിനക്ക് 10
പറ്റുവാണെങ്കിൽ ഞാൻ നല്ലൊരു പണി ചെയ്യില്ല. കാരണം നമ്മുടെ ലോസ് ആൻഡോസിൽ പുതിയതൊരു ക്യോണിഗസ് ജെസ്കോ വന്നിട്ടുണ്ട്, ഒരു ലിമിറ്റഡ് എഡിഷൻ ജെസ്കോടാ. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ തന്നെ ഒന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് കൊണ്ടെത്താം. ഞാൻ എനിക്കൊരു $1 ബില്യൺ ആയി തരും. കാരണം ആ വണ്ടി വെച്ചാൽ അടിപൊളി കിണ്ണം വണ്ടിയാടാ, നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ. പക്ഷേ നീ ഒരു ഒറ്റ പോറൽ പോലും പറ്റാത്ത സാധനം ഇവിടെ എത്തിക്കണം. പിന്നെ അതുപോലെ നീ അത് ഇന്നിവിടെ കൊണ്ടുപോകരുത്. കാരണം ഇന്നിവിടെ കൊണ്ടുപോയിരുന്നത് കേസും കാര്യങ്ങളായിക്കണേ സീനാവും. അപ്പോൾ നീ ഏതായാലും അത് നിനക്ക് സേഫായിട്ട് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ചിട്ട് നാളെ എനിക്ക് കൊണ്ടു തന്നാൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും മാപ്പും കാര്യങ്ങളും നിനക്ക് അങ്ങോട്ട് ഇട്ട് തരാം. സോ നീ ഏതായാലും നോക്ക്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ജെസ്കോ ഉണ്ട് എന്നാണ്. അപ്പോൾ മച്ചാനെ വാ നിനക്ക് പ്ലാനും കാര്യങ്ങളും ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞാൽ വാക്കർ. അപ്പോൾ എടാ ട്രെവറെ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമ്മിയോൺ ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ലോസ് ആൻഡോസ് സിറ്റിയിൽ തന്നെ ഒന്നെങ്ങാനുള്ള ഒരു ക്യൂനിഗസ് ജെസ്കോ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് സിമ്മിയോൺ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒപ്പിച്ച് കൊടുക്കാണെങ്കിൽ $1 ബില്യൺ തരാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ 50 മില്യൺ എനിക്കും 50 മില്യൺ നിനക്കും ആയിട്ട് തരാം. നമുക്ക് 50-50 ആക്കാം. ഇത് നിനക്കിതിന് താല്പര്യമുണ്ടോ? നിനക്കിതിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകണോ? എന്താക്കുന്നത്? എടാ നീ ഏതായാലും ഓക്കെ പറഞ്ഞല്ലേ, നമുക്ക് എടുക്കാം. ഏതായാലും 50 മില്യൺ എനിക്ക് കിട്ടുന്ന ഒരു കേസല്ലേ. ഓക്കെ, അപ്പോൾ നീ നോക്കി ഓടിക്കണം. നീ എവിടെ നോക്കിയിട്ട് ഓടിക്കണേ? അപ്പോൾ നമ്മുടെ ട്രെവറിന് ഓക്കെ ആണെന്നാ പറഞ്ഞേ. എടാ ഡ്രൈവിങ് നീ അങ്ങനെ പറയില്ല, ഞാൻ കറിയണം, നീ അങ്ങനെ പറയില്ല. കാരണം എനിക്കറിയാലേ, അപ്പോൾ കുറേ വണ്ടിയൊക്കെ ഓട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ നമ്മുടെ സിമ്മിയോൺ ഇട്ടിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. കിട്ടുന്നവരെ നമുക്ക് അങ്ങോട്ട് കറങ്ങി നടക്കാം. ഓക്കെ, സോ ഏതായാലും നമുക്കിത് ഇവിടെ എത്തിയപ്പോഴത്തേ തന്നെ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ വഴിക്ക് എവിടെയോ ആണെന്നാ പറയുന്നേ. ഏതായാലും നോക്കട്ടെ. ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഈ ഡ്രസ്സിൻ്റെ ഷോപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് കേട്ടോ ഇത്. നോക്കട്ടെ. ഇവിടെ ഒന്നും ഇല്ലല്ലോടാ. നമ്മളത് നല്ലോണം സെർച്ച് ചെയ്യേണ്ടിരുന്നത് തോന്നുന്നു. കാരണം ഇവിടെ എവിടെയോ ആയിട്ടാണ് ഉള്ളത്. അതായത് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ സിമ്മിയോണും അറിയത്തില്ല. ഇപ്പോൾ വല്ല ഫ്രീ വേയിൽ എങ്ങാനും ഉണ്ടാവും ഇവിടെ. കാർ പാർക്കിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം നമുക്ക്. എവിടെയെങ്കിലും ഒരു ജെസ്കോ കണ്ടടാ. കാണാത്ത ഭാഗത്ത് പോട്ടാ. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നതല്ല കേട്ടാ. എല്ലാം ഇങ്ങോട്ട് കയറ്റിക്കേ. എന്നിട്ട് എടാ നീ കണ്ടില്ലടാ ട്രെവറെ വണ്ടി? ഇവിടെ നിർത്ത്. ഏതായാലും ഈ വണ്ടി എടുക്കാം. ഈ വണ്ടി എടുത്തിട്ട് ഇതിപ്പോൾ നമ്മളിവിടെ വെച്ചാണല്ലോ. ഈ വണ്ടി എടുത്ത് പോയിട്ട് ആ വണ്ടി നമുക്ക് സ്റ്റോർ ചെയ്യാം. അത് കാരണം ഇത് നമുക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കിട്ടേണ്ട വിചാരിച്ചിട്ടാണ്. കാരണം ഈ വണ്ടി അവിടെ വന്ന് കഴിഞ്ഞാൽ സംശയം കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മളേതായാലും ഈ ഒരു വണ്ടി എടുത്തിട്ട് പോവാം. അടിപൊളി, തീരെ സംശയം തോന്നൂലടാ. ഇങ്ങനെ ആ വണ്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവസ്ഥ? നമ്മൾ ഈ വണ്ടി ഇങ്ങനെ വല്ല ഇവിടെ കൊണ്ടുവച്ചിട്ട് CCTV ഒന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ അവിടെ നിർത്തുന്നു, ഇറങ്ങുന്നു, ഓടുന്നു, എടുക്കുന്നു. എടാ ലോക്കൊന്നും ഇല്ലടേ. ഇത്രയും വലിയ ഹൈപ്പർ കാർ ലോക്കൊന്നും ഇല്ലാതാ. ഹൈപ്പർ കാർ അല്ലേ, ലോക്ക് ഉണ്ടാവില്ലടേ. ഓരോ എൻ്റെ പൊന്നെ എന്താ അത്? ഓ വേഗം പോവാ. പോലീസ് കേസും കാര്യങ്ങളൊന്നും ആവണ്ട. അതിൻ്റെ ഓണർ ഈ വണ്ടി ഇങ്ങനെയൊക്കെ ഒരു ഫ്രീ വെയിൽ ഇട്ടിച്ച് പോവാന്ന് വെച്ചാൽ എന്താ? എടാ വണ്ടി തൊട്ടിനെ പറക്കാണല്ലോടാ. പറക്കലല്ല, ഓക്കെ. ഓ പോയി. എടാ ടാസ്ക്. എടാ ട്രെവർ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട്? എടാ സാധനമൊക്കെ കിണ്ണം തന്നെ. പക്ഷെ നീ എനിക്ക് എന്നെ ജീവനോട് ഒന്ന് വീട്ടിൽ വരെ എത്തിക്കണം കേട്ടോ. കാരണം നീയാണ് ഓട്ടുന്നത്. എനിക്ക് തീരെ വിശ്വാസമല്ല നിന്നില്ല. കാരണം വണ്ടിയും കൂടി അടിപൊളി പവറായതിനെ കൊണ്ടേ. എടാ പോയി. ഓ ജസ്റ്റ് മിസ്സടാ. ഓക്കെ, അപ്പോൾ ഞാനിതേതായാലും ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഗൈസോ സോറി. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മുടെ ഇവിടെ വെക്കാനാണ് വിചാരിക്കുന്നത്. മാലിബു മാൻഷനിൽ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിത് അവിടെ പോയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അധികം ഡൗട്ട് വരത്തില്ല. നമ്മളാണെങ്കിൽ അവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിപ്പോൾ തൽക്കാലത്തേക്ക് റെൻറ്റിന് എടുത്തേക്കുമാണ്. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിക്കുന്നത്, നമ്മുടെ മാലിബു മാൻഷനിൽ. ഇത് തന്നെയാണ് നമ്മുടെ മാലിബു മാൻഷൻ. നമുക്ക് ഏതായാലും ഇങ്ങോട്ട് കയറ്റാം. തുറക്ക്. ഇവിടെയാണ് സെക്യൂരിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളെ കാറിൽ നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ടാവും, അത് വെച്ചിട്ടാണ് തുറക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കും ഡൗട്ടും വരത്തില്ല. ഇവിടെ ലാഗടേ. ഏതാണ് സാധനം ഇവിടെ കയറ്റിയിട്ടെ. പ്രാവ അതായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. എടാ തൻ്റെ പേടി മാറിയില്ല അല്ലേ? നമ്മളിവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടുവരുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യാം.
ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ദിസ് ഈസ് നെക്സസ് ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്.